ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ അത് ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ സുധി പാർലറിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെയാണ് കഴിഞ്ഞത്. അപ്പോൾ മീരയോട് പോയി നോക്കാൻ പറയുന്നുണ്ട്. മീര നോക്കുന്നുണ്ട്, സുധിയാണെന്ന് വന്ന് പറയുന്നുമുണ്ട് ശ്രുതിയോട്. അതിനുശേഷം നമ്മുടെ നവീൻ ദാസ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇനി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇനി നേരിട്ടങ്ങ് കാര്യങ്ങൾ പറയാമെന്ന് പറയും. അപ്പോൾ ശ്രുതി ഭയങ്കര ടെൻസ്ഡാവും. വന്നിട്ട് നവീൻ ദാസേ പ്ലീസ് ഒന്ന് പോയിത്താ ഇങ്ങനെ പറയും, നീ ഒന്ന് പോയിത്താ പറയും. അപ്പോൾ നവീൻ ചോദിക്കും, അപ്പോൾ എൻ്റെ കാശോ 1,00,000 രൂപയോ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അത് ഞാൻ തരാം, നീ ഇപ്പോൾ പോ ഇങ്ങനെ പറയും. എന്നിട്ട് നവീൻ ഇങ്ങനെ ശരി ഞാനിപ്പോൾ പോവാം, പക്ഷേ എൻ്റെ കാശിൻ്റെ കാര്യം റെഡി ആയില്ലെങ്കിൽ എന്ന് പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഈ വഴി പോയിത്താ എന്ന് പറയും. വേറൊരു വഴിയുണ്ട്, ആ വഴി കൂടെ പോകാൻ വേണ്ടി പറയും. അങ്ങനെ നവീൻ അതിൽ കൂടെ പോവും. എന്നിട്ട് ഇപ്പുറത്ത് കൂടെ പോകാൻ നോക്കുമ്പോഴത്തേക്ക് ശ്രുതി കാണാതെ പോകണമല്ലോ. ശ്രുതി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ശേഷം അവൻ പോവുള്ളൂ, എന്ന് വെച്ചാൽ വേറൊരു വഴിയിലോട്ട് വന്നിട്ട്. അങ്ങനെ ശ്രുതി ഉള്ളിൽ കയറും. ശ്രുതി മറ്റേ കുട്ടി പറഞ്ഞിട്ട് ആ സ്റ്റാഫ് പറഞ്ഞിട്ടൊന്നും കേൾക്കില്ല, ഉള്ളിൽ കയറും. എന്നിട്ട് നിൻ്റെ സ്റ്റാഫ് എന്തൊരു സ്റ്റാഫാന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയും. ശ്രുതിയാണെങ്കിൽ അറിയാത്ത പോലെ നിൽക്കും. എന്നിട്ട് ബാക്കിൽ വന്നിട്ട് തൊട്ടിട്ട് ശ്രുതി എപ്പോൾ വന്നെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്താ പെട്ടെന്ന് വന്നെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറഞ്ഞിട്ട് വന്നൂടെ എന്ന് മീര പറയും. അപ്പോൾ ശ്രുതി പറയും, ചിലപ്പോൾ നീയല്ലേ ഭയങ്കര തിരക്കാന്ന് അവർ പറഞ്ഞിട്ട് ഇവിടെ കസ്റ്റമറൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അത് അകത്തുണ്ട് എന്ന് പറയും കസ്റ്റമർ. പറഞ്ഞിട്ട് വരണ്ടേ, ചില കസ്റ്റമേഴ്സിന് ജെൻസൊന്നും വരുന്ന ഇഷ്ടാവില്ല എന്നൊക്കെ പറയും. എന്നിട്ട് നിൻ്റെ സ്റ്റാഫ് എന്തൊരു സ്റ്റാഫാണ്, ഇങ്ങോട്ടേക്ക് നിൻ്റെ ഹസ്ബൻഡല്ലേ ഞാൻ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അപ്പോഴേ ഇത് പറയാം. എന്നിട്ട് എന്താ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ 14,00,000 കാര്യം ശ്രുതിയോട്, ശ്രുതി നീ എങ്ങനെയെങ്കിലും എനിക്ക് 14,00,000 രൂപ തരണം, കാനഡയിലേക്ക് പോകണം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി വീട് ദേഷ്യം പിടിക്കും. ഇതെന്തിനാ എന്നോട് പൈസ ചോദിക്കുന്നതിന്, ഞാനെന്താ പണം കഴിക്കുന്ന മരമാണോ, എനിക്ക് അയ്യ ശ്രുതിയൊന്നും മിണ്ടാണ്ടിരിക്കുന്നതൊക്കെ പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആയിരിക്കും, വേറെ ആരാ എന്നോട് പൈസ ചോദിച്ചത് ഞാൻ ചോദിക്കും. അപ്പം ശ്രുതി പറയും, മീര പറയും, അത് പിന്നെ കുറേ ആൾ ഇവളോട് കടം ചോദിച്ചിരിക്കുന്നുണ്ട് പൈസ എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, അപ്പോൾ നീ എന്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ലല്ലോ, നീയല്ലേ എന്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്, കൂടെ നിൽക്കേണ്ടത്, നീ എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയും. നീയല്ലേ എനിക്ക് പൈസ റെഡിയാക്കി തരേണ്ടതെന്ന് പറയും. ഞാൻ കുറേ ആളോട് ചോദിച്ചു പക്ഷേ കിട്ടിയില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, എൻ്റെ അടുത്ത് പൈസ ഇല്ല, എന്നോട് ചോദിക്കാൻ വേണ്ടെന്നിങ്ങനെ പറയും. എനിക്കങ്ങനെ പണത്തിന് വേണ്ടി വേറെ ഒരാളോട് ഇങ്ങനെ യാചിക്കാൻ എനിക്ക് പറ്റില്ല, ചോദിക്കില്ല എന്ന് പറയും. അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ തരില്ലേ എന്നിങ്ങനെ ചോദിക്കും ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, അച്ഛൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ലേ എന്നിങ്ങനെ. അല്ല അച്ഛൻ്റെ അക്കൗണ്ട് എടുത്ത് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുള്ളതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇളയച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്നിങ്ങനെ ശ്രുതി പറയും. ശ്രുതിക്ക് വീണ്ടും ദേഷ്യം പിടിക്കുക, എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെ പൈസ ആരോടും ചോദിക്കാൻ വേണ്ടി യാചിക്കാൻ വേണ്ടി പൈസക്ക് വേണ്ടി ആരോടും യാചിക്കാൻ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയും. ഞാൻ ചോദിക്കുകയില്ല എന്ന് പറയും. ശ്രുതിയുടെ അമ്മയുണ്ടല്ലോ, ശ്രുതിയുടെ അമ്മയോട് പോയി ചോദിക്കുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അമ്മയുടെ കയ്യിൽ നിന്ന് ഇവിടെ നിന്നാണ് കാശെന്ന് പറയും. അമ്മയ്ക്ക് ഒരു വീടില്ലേ അവിടെ, ആ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടല്ലേ അന്ന് അച്ഛൻ പണയപ്പെടുത്തിയിട്ടല്ലേ സച്ചിക്ക് കാറ് വാങ്ങിച്ചു കൊടുത്തത്, അതേപോലെ ശ്രുതിക്കും തരാൻ പറ 14,00,000 വീടിൻ്റെ ആധാരം പണയം വെച്ച് 14,00,000 തരാൻ പറ, അമ്മയോട് പോയി ചോദിക്ക്, അമ്മ തരട്ടെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി പറയും, നീ ഇപ്പം നല്ല ദേഷ്യത്തിലാണ്, പക്ഷേ നീ പറഞ്ഞ ഐഡിയ നല്ലതാണ്, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് അങ്ങ് പോകും. ശ്രുതി പോയപ്പോൾ മീര ചോദിക്കും, ഇത് പ്രശ്നമാവില്ലടി, വീട്ടിൽ ചോദിച്ചാൽ പ്രശ്നമാവില്ലെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, പ്രശ്നമാവട്ടെ, എന്തേലും ആവട്ടെ, ഇനി എന്നോട് ശ്രുതി കാശ് ചോദിക്കാൻ പാടില്ല ഇങ്ങനെ പറയും. അങ്ങനെ അതവിടെ കഴിയും. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. എന്നിട്ട് അച്ഛൻ ചോദിക്കും, നീ എവിടെയാണ് ഇത്രയും സമയം പോയതെന്ന് ചോദിക്കും. വീണ്ടും പാർക്കിൽ പോയി ഉറങ്ങാൻ തുടങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അല്ല അച്ഛൻ, ഞാൻ ജോലി അന്വേഷിച്ച് പോയത്, ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തായും ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അത് ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ജോലി തന്നില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നീ 2 ഉത്തരം കുറച്ച് പറഞ്ഞേക്ക് എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അതിനാണോ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അല്ല നിനക്കല്ലേ ഇൻ്റർവ്യൂവിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്, അപ്പോൾ ഇങ്ങനെയല്ലേ പറയേണ്ടത്, സാധാരണ എല്ലാവരും പഠിച്ചില്ല അറിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോലി പോവുക, ഇത് നിനക്ക് ഓവർ പഠിച്ചതുകൊണ്ട് ജോലി കിട്ടുന്നില്ല. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകും. എൻ്റെ അമ്മയെ ഇങ്ങനെ വിളിച്ചു, അമ്മയെ വേഗം വാ, ഒരു കാര്യം പറയണ്ട, അമ്മയെ വാ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അപ്പോഴത്തേക്കും സച്ചിയും രേവതിയൊക്കെ അവിടെ എത്തും. എന്നിട്ട് അമ്മയും വരും. അമ്മയും വന്നപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ അവനെ കളിയാക്കും കേട്ടോ ഇടയ്ക്ക്. ഇവനിങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ജോലി അന്വേഷിക്കുന്നവർക്ക് എന്തെങ്കിലും സാലറി ഉണ്ടെങ്കിൽ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനൊരു കമ്പനിയിലേക്ക് നീ പോ, അവിടുന്ന് സാലറി ഇട്ടിട്ടെ, അല്ലാതെ നീ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുകയുള്ളൂ, നിനക്കൊട്ട് ജോലി കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ
ശ്രുതി ഇങ്ങനെ പറയും, എനിക്ക് മതിയായി, എനിക്കൊരു ജോലി തേടി തേടി മതിയായി, എനിക്ക് എങ്ങനെയെങ്കിലും ഇനി വേറെ ജോലിക്ക് പോകണം, നല്ലൊരു ജോലിക്ക് പോകണം, കാനഡയിലേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും പോകണം എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്തിനാ വെറുതെ ഇങ്ങനെ ഈ സ്വപ്നം കാണുന്നത്, ചെറിയ ചെറിയ ജോലി, വലിയ ജോലി വേണമെന്ന് എന്തിനാ നീ നിർബന്ധം പിടിക്കുന്നത്, തൊഴിലാളി ആയിട്ട് ജോലി വേണമെന്ന് വിചാരിച്ചൊരു ജോലി തേടി പോകും, അല്ലാതെ മുതലാളിയായിട്ട് ഇരിക്കണം എന്ന് വെച്ചൊരു ജോലി തേടി പോകുമല്ല വേണ്ടത്, അപ്പോൾ ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ചെറിയ ജോലി എന്താണോ കിട്ടുന്ന ജോലി ചെയ്തിട്ട്, ചെറുതാണെങ്കിലും ചെയ്തിട്ട് അങ്ങനെ പടിപടിയായി മുന്നോട്ട് പോവുക, അങ്ങനെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ അറിയോ, എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ, നിനക്ക് എന്തെങ്കിലും അറിയോടാ എന്ന് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി വേണം എന്ന് പറയും. കാനഡയിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് സാലറി എന്നിങ്ങനെ പറയും. അപ്പോൾ അമ്മ ചോദിക്കും, ചന്ദ്രമതി ചോദിക്കും, നിനക്ക് എന്നെ വിട്ട് ദൂരേക്ക് പോകണോടാ, ഇവിടെ തന്നെ ജോലി ചെയ്താൽ പറയും. അപ്പോൾ എനിക്ക് കാനഡയിലേക്ക് പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും, പിന്നെ ലക്ഷങ്ങളാണ് സാലറി. അപ്പോൾ അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഏർപ്പാടാക്കി തരണമെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും, ഞാനെങ്ങനെ പൈസ ഏർപ്പാടാക്കി തരേണ്ടത്, എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് പറയും. രവി അച്ഛനും പറയും, നിൻ്റെ അമ്മേൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയില്ലേ, പിന്നെ എങ്ങനെയാണ് ഒപ്പിച്ച് തരേണ്ടതെന്ന് പറയും. ചന്ദ്രമതിയും ചോദിക്കും, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അമ്മയുടെ കയ്യിൽ ഈ വീടുണ്ടല്ലോ, ഈ വീട് പണയപ്പെടുത്തിയിട്ട് എനിക്ക് 14 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചത് അമ്മ ഞാൻ തിരിച്ചു തരും, എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് സാലറി, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, എനിക്ക് ഈ കാനഡയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഇവനെന്താ ഈ വീടിൻ്റെ മുകളിൽ കണ്ണ് വെക്കാത്തതെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇപ്പം അത് ഓക്കെ ആയി എന്നിങ്ങനെ സച്ചി പറയും. എന്നിട്ട് നീ അന്നൊരു 50 ലക്ഷം, അച്ഛൻ്റെ 50 ലക്ഷം കൊണ്ട് മുങ്ങിയില്ലേ, ഇപ്പോൾ ഇതാ ഈ വീടിൻ്റെ മേലെയോ ഇവൻ്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. ശ്രുതി ഇങ്ങനെ പറയും, നീ ഒന്നും മിണ്ടാണ്ടിക്കടാന്ന് പറഞ്ഞിട്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ 14 ലക്ഷം ഒപ്പിച്ചത് അമ്മ, ഞാൻ കാനഡയിൽ പോയിട്ട് അവിടെ ലക്ഷങ്ങളെ സാലറി അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിച്ചത് അമ്മയാണ്, ഇവിടെ പലരും എന്നെ കളിയാക്കുമ്പോൾ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കാറ്, എൻ്റെ ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറ്, ഇതിലും എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അമ്മ, പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് 14 ലക്ഷം രൂപ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി വരും. ശ്രുതി അവിടെ വന്നിട്ട്, ഇവിടെ എന്താ ഒരു പ്രശ്നം, ഇങ്ങനെ കൈപിടിച്ച് വെക്കുന്ന ഞാൻ കാണാം, 14 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അമ്മയുടെ ചന്ദ്രമതിയുടെ കൈപിടിച്ച് വെക്കുന്ന ഞാൻ കാണാം. അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കും, ഇവിടെ എന്താ എല്ലാവരും ഒരു സീരിയസ് ടോക്കാണെന്ന് തോന്നുന്നല്ലോ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, സീരിയസ് ഒന്നുമല്ല, കോമഡിയാണ്, നിൻ്റെ ഭർത്താവ് അമ്മയോട് ഈ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് 14 ലക്ഷം രൂപ ചോദിക്കുകയാണ് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ശ്രുതി പറയും, അതൊക്കെ അവൾക്ക് അറിയാം, അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് വന്ന് ചോദിക്കുന്നതെന്ന് പറയും. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ ഫുൾ കൺട്രോളും പോയി, ഭയങ്കര ദേഷ്യമായി ചന്ദ്രമതിക്ക്. അതുവരെ എൻ്റെ മോൻ ഇങ്ങനെ ചോദിക്കുകയാണല്ലോ ഒരു പാവം തോന്നിയിരുന്നു, പാവമല്ല, ഒരു ജോലിയില്ലാതെ ചോദിക്കുമല്ലേ അവൻ എന്നുള്ള രീതിയിലൊരു പാവം, എങ്ങനെ കൊടുക്കും, എങ്ങനെയും കൊടുക്കാമെന്നുള്ള ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് ശ്രുതി പറഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്ന് കേട്ടപ്പോൾ ചന്ദ്രമതി ആകെ മാറി, കോലവും മാറി, എല്ലാം മാറി, ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ഇങ്ങനെ ശ്രുതിനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ ശ്രുതിയുടെ കൈ ഇങ്ങനെ വിട്ടിട്ട് പറയും, പറ്റില്ല, എനിക്കുള്ളതെല്ലാം എഴുതി തന്നിട്ട് നിനക്ക് തന്നിട്ട് നമ്മളെന്താ പുറത്ത് തെരുവിലേക്ക് ഇറങ്ങണോ ഇടാന്നിങ്ങനെ ചോദിക്കും. പ്രൊമോയിൽ കണ്ട പോലെ തന്നെ. എന്നിട്ട് ഈ വീട് പണയപ്പെടുത്തിയിട്ട് എനിക്ക് ആകെയുള്ള ഈ വീടാണ്, അതും പണയപ്പെടുത്തിയിട്ട് നമ്മളെല്ലാവരും കൂടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കണോ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആകെ ഷോക്കാവും, എല്ലാവരും ഷോക്കാവും, ശ്രുതി മാത്രമല്ല എല്ലാവരും ഷോക്കാവും. എന്നിട്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ 14 ലക്ഷം, എന്നിട്ട് ഇങ്ങനെ തന്നെ ഈ വീട് പണയപ്പെടുത്തിയിട്ട് 1 രൂപ പോലും എനിക്ക് തരില്ല, ഈ ഒരു പേരിൽ എന്നോട് ചോദിക്കാനും വരണ്ടെന്ന് പറയും. ഇത് എൻ്റെ വീട്, എനിക്ക് എൻ്റെ അച്ഛൻ തന്ന വീടാണിത്, അച്ഛൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സച്ചി അടക്കം എൻ്റെ അച്ചാച്ചാന്ന് വിളിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഇതുപോലെ വേണ്ടാത്ത കാര്യമായിരുന്നു, എന്നാലും എന്ന് പറയും. എന്നിട്ട് അതിലിടക്ക് നമ്മുടെ രേവതിക്കും സച്ചിക്കിട്ടൊക്കെ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ ടൈം കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശ്രുതി കാര്യം പറയുമ്പോൾ സച്ചി അടക്ക് പോകുമ്പോൾ ഈ സ്വഭാവം കൊണ്ടാണ് വർഷയും ശ്രീകാന്തും പോയത്, നീ അനങ്ങാണ്ട് നിൽക്കുന്ന ചന്ദ്രമതി പറയും, കീ കൊടുക്കുന്നവൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിയും സച്ചി അടക്കം പറയും. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കും, അമ്മ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അന്ന് ആ സംഭവം നടന്നപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെറുതെ ടൈം കിട്ടാൻ വേണ്ടി, അന്ന് നടന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, അവരുടെ കൂടെ നിന്നു, വെറുതെ എന്തിനാ എന്നെ പറയുന്നത്. അതിലൊരു ഇതുണ്ട് കേട്ടോ, ശ്രുതിയുടെ അച്ഛൻ എന്നിട്ട് അമ്മ പറയുന്ന പോലെ എന്നെ പറയാൻ ഇദ്ദേഹത്തിന് പറ്റുമോ, എന്നെ തള്ളി പറയാൻ ഇദ്ദേഹത്തിന് പറ്റുമല്ലോ, അതുകൊണ്ടാണ് ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ അത്രയും അടി കൊടുത്തിട്ടുള്ളൂ ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ അച്ഛനല്ലല്ലോ, വർഷയുടെ അച്ഛനല്ലേ, ഡയലോഗ് പേര് മാറിപ്പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വെറുതെ. അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി പറയും, ഒരിക്കലും തരില്ല, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഉണ്ട്, അതുകൊണ്ട് തരികയില്ല, നീ ഇനി ഇത് ചോദിച്ച് വരണ്ട എന്ന് പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും, ആൻറ്റി ശ്രുതി ചോദിക്കുന്നത് കേട്ടില്ലേ, എങ്ങനെയെങ്കിലും ശ്രുതിയുടെ ഒരു ആഗ്രഹമില്ല അതെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനോട് ചോദിക്കും, എനിക്ക് കൊടുത്തോ എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ
എൻ്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, മരവിപ്പിച്ചിരിക്കലെന്ന് പറയും, ജയിലിലെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാവരും സച്ചയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. രവി അച്ഛനും അതെ, എൻ്റെ രവി അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് നീ ഒരു പക്വതയുള്ളൊരു അമ്മയായിട്ട് ബിഹേവ് ചെയ്തത്, ഇവനോട് പെരുമാറിയത്. ഇങ്ങനെ പണ്ടേ നീ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അവൻ നല്ലൊരു ജോലിക്ക് കയറിയിട്ടുണ്ടാവും, ഇപ്പോഴെങ്കിലും നീ ഇത് പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമെന്ന് രവി അച്ഛൻ പറയും. സച്ചിയും പറയും രേവതിയോട് എന്നെയൊന്ന് നുള്ളി, ഇത് സത്യമാണോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും സച്ചി. അച്ഛാ ഇത് നമ്മളമ്മ തന്നെയാണോ, അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടോ, അമ്മ തന്നെയാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഓരോന്ന് പറയും. എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ, ഭയങ്കര സങ്കടം. ബാക്കിയെല്ലാം സന്തോഷിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഭയങ്കര സങ്കടമാണ് ശ്രുതിക്ക്. എന്നിട്ട് വീണ്ടും വീണ്ടും ഓൻ ചോദിക്കും അമ്മ ഒരു 14 ലക്ഷം. വീണ്ടും ചന്ദ്രമതി ദേഷ്യപ്പെടും. ഇനി ഈ കാര്യം പറഞ്ഞിട്ട് നീ എന്നോട് എൻ്റെ അടുത്ത് വരണ്ട, ഈ ആധാരം പണയിപ്പിച്ചിട്ട് ഒരു 100 രൂപ പോലും ഞാൻ തരില്ല, ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് സപ്പോർട്ടല്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.